നമസ്കാരം. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇമേജ് ഇപ്പോൾ തകർന്നടിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനാകർത്താവായിട്ടുള്ള അംബേദ്കറിനെ പരസ്യമായി പരിഹസിച്ചത് കൊണ്ട് തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനുള്ള പിന്തുണ ഏതൊക്കെ ഘടകകക്ഷികൾ പിൻവലിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതും. അതിൽ തന്നെ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള JDUവും അതോടൊപ്പം തന്നെ TDPയും അത് പുനഃപരിശോധിച്ചേക്കുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ദേശീയ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അംബേദ്കറെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് അമിത്ഷാ നടത്തിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ഭരണഘടനാ ശില്പിക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന അത്രയ്ക്കും ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി പദവിയിൽ ഇരിക്കുന്ന വ്യക്തി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് ഒരു നിലയ്ക്കും രാജ്യത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അംബേദ്കറിനെതിരായിട്ടുള്ള അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ അമിത്ഷാ നടത്തിയത് രാജ്യത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തും അത് ഇന്ത്യയെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആകെ ഈ വിഷയത്തിൽ നാണം കെട്ടിരിക്കുന്നതും BJP നേതൃത്വം തന്നെയാണ്. എന്നാൽ അമിത്ഷായെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ നിരവധിയായിട്ടുള്ള വിവാദങ്ങളിലേക്ക് തള്ളിയിടാനും, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും സോറസ് വിവാദങ്ങളൊക്കെ തന്നെ തള്ളിവിടാനായിട്ടായിരുന്നു BJP പല നീക്കങ്ങളും എല്ലായിടത്തും നടത്തിയത്. എന്നാൽ ആ നീക്കങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായത് തന്നെ ഏറ്റവും വലിയൊരു അബദ്ധമാണെന്നും അത് വലിയൊരു ബൂമറാങ് ആകുമെന്നും ആദ്യമേ തന്നെ BJP കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ കാൽഭാഗത്തോളം വരുന്ന ദളിത് സമൂഹത്തിൻ്റെ നായകനായിട്ടുള്ള BR അംബേദ്കർക്കെതിരെ നടത്തിയിരിക്കുന്ന ഈ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾക്കിടയിലും നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും കേന്ദ്രത്തിലെ BJP സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഇനിയും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഇവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ 240 സീറ്റുകളുള്ള BJP കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ളത് 16 സീറ്റുകളുള്ള TDPയാണ്. ആന്ധ്രയിൽ മാത്രമുള്ള TDP അവിടെ 16 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ആന്ധ്രയിലെ ലോക്സഭയിൽ ഇപ്പോൾ അവർ മാറിയിട്ടുണ്ട്. അവരുടെ ആ 16 സീറ്റും BJPക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും പിന്തുണ നൽകുകയായിരുന്നു. 240 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയ ഒരു പിന്തുണയാണ് TDPയുടെ 16 സീറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് JDUവിൻ്റെ കാര്യവും. JDU ബീഹാറിലെ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. JDUവിന് ഇവിടെ 12 ലോക്സഭാ MPമാരാണ് ഉള്ളത്. എന്നാൽ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിനെതിരായിട്ടുള്ള ഇത്തരമൊരു പരാമർശം അത് അമിത്ഷാ നടത്തിയതിൽ എത്രത്തോളം പേർ ഇനി അമിത്ഷായ്ക്കും BJP സർക്കാരിനും JDUവിൽ ഈ പിന്തുണ പിൻവലിച്ചേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ, അത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ അതും ഇപ്പോൾ ഈ രാജ്യം ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ TDPയെ സംബന്ധിച്ച് അവർ അത്ര പെട്ടെന്ന് നരേന്ദ്രമോദിക്കുള്ള പിന്തുണ പിൻവലിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ആന്ധ്രാപ്രദേശിൽ ഈ അടുത്തെങ്ങും തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഇനി പുതുതായിട്ട് വരാനില്ല. അതുമാത്രമല്ല, ദളിതരെ വെച്ച് വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും TDP അല്ല. അതുകൊണ്ട് തന്നെ TDPക്ക് അത്ര പെട്ടെന്ന് പിൻവലിക്കാനുള്ള ഒരാഗ്രഹം ഇല്ല എങ്കിൽ പോലും തൊട്ടടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിനെ സംബന്ധിച്ച് അവിടെ JDU എന്ന പാർട്ടി ഒരുപക്ഷെ പിൻവലിച്ചേക്കാം. കാരണം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീതി അത് അംബേദ്കർക്ക് അമിത്ഷായുടെ ഭാഗത്തു നിന്നും കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എങ്കിൽ JDU ഒരുപക്ഷെ മലക്കം മറിഞ്ഞേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കാരണം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം JDU എന്നത് തന്നെ വലിയ രീതിയിൽ ദളിത് സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബീഹാറിൽ വളരെയധികം പ്രാതിനിധ്യമുള്ള ഒരു സമുദായമാണ് ദളിത് സമൂഹമെന്ന് പറയുന്നത്. ആ ദളിത് സമൂഹത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരെ ദേഷ്യപ്പിടിപ്പിച്ചുകൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി JDUവിന് ബീഹാറിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനോ അല്ലെങ്കിൽ അമിത്ഷായെ കൊണ്ട് ഒരു മാപ്പ് പറയിക്കാനോ JDU തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ചെടുത്ത ഒരു മഹത് വ്യക്തിക്കെതിരെ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിക്കെതിരെ നടത്തിയിരിക്കുന്ന ഇത്തരം വൃത്തികെട്ട പരാമർശത്തിനെതിരെ ഒരു വാക്കുപോലും പറയാതെ മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. അങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ TDPയും JDUവും ഈ പറയുന്ന അമിത്ഷായെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.
Please subscribe our channel.